ഇപ്പോൾ ആദ്യമായി ചർച്ച ചെയ്തത് 2 ആലിംഗനങ്ങളുടെ കഥയാണ്. എ ടെയിൽ ഓഫ് 2 ഹഗ്സ്. ആദ്യം വ്ളാഡിമിർ പുടിൻ, അത് കഴിഞ്ഞുള്ള US-ൻ്റെയും സെലൻസ്കിയുടെയും പോലും പരാതിയും വിമർശനവും. ഏറ്റവും ഒടുവിൽ ഇതാ സെലൻസ്കിയെ ആലിംഗനം ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ സന്ദർശനത്തിൻ്റെ വിശദമായ അവലോകനത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നൽകുന്ന സന്ദേശം എന്നാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ? ഇത് തീർച്ചയായും ഇന്ത്യയുടെ ഒരു പഴയ റോൾ തന്നെയാണ്. ഇന്ത്യ ആസ് പീസ് മേക്കർ എന്നുള്ള ഒരു റോളാണ് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ തന്നെ നമ്മൾ തുടർന്നിരുന്നത്. അത് ആ കാലഘട്ടത്തിൽ നോൺ അലൈൻമെൻറ്റ്, അതുപോലെ ഡീകോളനൈസേഷൻ, ഡിസാർമമെൻറ്റ് എന്നൊക്കെയുള്ള ജനറലായിട്ടുള്ള ലോകത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടിരുന്നത്. പക്ഷേ അത് മാറിപ്പോയത് 1962 ചൈനീസ് അഗ്രഷൻ കഴിഞ്ഞോടുകൂടിയാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് വരേണ്ടി വന്നു. പിന്നെ ചൈനയും പാകിസ്ഥാനുമുള്ള പ്രശ്നങ്ങൾ വന്നു. പിന്നെ വേറെ കോൾഡ് വാറിൻ്റെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ കോൾഡ് വാർ കഴിഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് തിരിയുകയായിരുന്നു. നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മൂഡിലേക്ക് നമ്മൾ മാറി. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ പഴയ റോളിലേക്കാണ് പോകുന്നത്, ഒരു പീസ് മേക്കർ എന്ന നിലയിൽ. പക്ഷേ ഇപ്പോഴത്തെ ലോകസ്ഥിതി വ്യത്യസ്തമാണ്. കാരണം നമ്മളെ ചിലർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, നമ്മൾ റഷ്യയോട് അടുത്താണ് അല്ലെങ്കിൽ അമേരിക്കയോട് അടുത്താണ്. അങ്ങനെ ഒരു ഗ്രേറ്റ് പവർ പോളിറ്റിക്സിലെ ഒരു പാർട്ടായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് മേക്കർ രീതിയിലേക്ക് പോകുന്നത് തീർച്ചയായും നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ എവിടെ വരെ ഉണ്ടെന്ന് ഇപ്പോഴും നമുക്ക് തീർച്ചയില്ല. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു സന്ദേശം കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കിയവിൽ പോയത് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണെന്നൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മോസ്കോ സന്ദർശനത്തിന് ശേഷം. ഇതിനുള്ള എൻകറേജ്മെൻറ്റ് മോസ്കോയിൽ നിന്ന് തന്നെ ലഭിച്ചുവെന്നും വരാം. അതുപോലെ അമേരിക്കക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ കുറച്ച് ഫേവറബിളായി എന്നുള്ളത് കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ഈ സന്ദർശനത്തിന് മുതിർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.